ഡൊണാൾഡ് ട്രംപ് തുറന്നുവിട്ട ഭൂതമാണല്ലോ ഇറക്കുമതി തീരുവ വിവാദം. അതിന്റെ കോലാഹലം തുടരുന്നതിനിടെയാണ് ഇറക്കുമതി തീരുവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു സംഭവ വികാസം. ടെസ്ല കാറുകൾ ഒരുപക്ഷെ ഏറെ താമസിയാതെ തന്നെ ഇന്ത്യൻ വിപണിയിൽ അവതരിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ ശതകോടീശ്വരനും ടെസ്ല മേധാവിയുമായ ഇലോൺ മസ്കുമായി ഇന്നലെ നടന്ന ടെലിഫോൺ ചർച്ചയിൽ ഇത് സംബന്ധിച്ച തീരുമാനമായെന്നാണ് വാർത്തകൾ. അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ മസ്കിന്റെ സ്റ്റാർലിങ്ക്സ് ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു. അതിന്റെ വമ്പൻ സാധ്യതകളും അതുയർത്തുന്ന ചെറുതല്ലാത്ത ആശങ്കകളും എല്ലാം വാർത്തകളിലുണ്ട്. അമേരിക്കയുമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദിയുടെ പ്രഖ്യാപിത നയമാണ്. ആ സഹകരണത്തിൽ സ്വാഭാവികമായും ഇലോൺ മസ്കും വലിയൊരു ഘടകമാണ്. ഇനി വരാൻ പോകുന്നത് മോദി മസ്ക് കാലമാണോ? RDX റാപ്പ് കണ്ടുവരാൻ 59 സെക്കൻഡിൽ. ഇലോൺ മസ്കിന്റെ കാർ ബ്രാൻഡായ ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനത്തിന് മുന്നോടിയായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസ്കുമായി ഫോണിൽ സംസാരിച്ചത്. അമേരിക്കൻ സന്ദർശനത്തിൽ സാങ്കേതികവിദ്യ, ബഹിരാകാശ പര്യവേഷണം, AI എന്നീ മേഖലകളിലെ സഹകരണത്തിനായി മസ്ക് മോദി ചർച്ച നടന്നിരുന്നു. ഇലോൺ മസ്കുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. സാങ്കേതികവിദ്യ നവീകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ മേഖലകളിൽ US-ഉമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയ്ക്ക് രാജ്യത്ത് നിക്ഷേപം നടത്താനുള്ള അനുമതി ഇന്ത്യ നൽകിയിരുന്നു. ഏറെ വൈകാതെ ടെസ്ല കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD-യുടെ 85,000 കോടി രൂപയുടെ നിക്ഷേപം വേണ്ടെന്ന് വെച്ചത് ടെസ്ലയെ സഹായിക്കാനാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. രാജ്യത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇന്ത്യയിലെ ടെലികോം കമ്പനികൾ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി സഹകരിക്കുമെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങളും അത്തരം വാർത്തകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്നു എന്ന വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തിയതിനെ തുടർന്നാണ് ഉടൻ ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ ഷോറൂമുകൾ ഒരുങ്ങുന്നു. ടെസ്ല കാറുകളുടെ പരീക്ഷണ ഓട്ടം ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തുക ടെസ്ലയുടെ മോഡൽ 3, മോഡൽ Y കാറുകളാണ്. ടെസ്ലയുടെ ഇലക്ട്രിക് കോമ്പാക്ട് SUV മോഡലാണ് മോഡൽ Y. ഫുൾ ടു മസ്ക് ടു ഒറ്റ ചാർജിൽ 526 കിലോമീറ്റർ യാത്ര ചെയ്യാമെന്ന് കമ്പനി പറയുന്നു. 50 ലക്ഷത്തിന് മുകളിലായിരിക്കും എക്സ് ഷോറൂം വിലയെന്നാണ് സൂചന. ടെസ്ലയ്ക്കായി BYD-യെ വെട്ടി എന്നുള്ളതാണ് ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം. ചൈനീസ് ബ്രാൻഡായ BYD-യുടെ വൻ നിക്ഷേപ പദ്ധതി വേണ്ടെന്ന് വെച്ചാണ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അനുമതി നിഷേധിച്ചത് ഹൈദരാബാദിൽ വരാനിരിക്കുന്ന 85,000 കോടിയുടെ പദ്ധതിക്കാണ്. BYD കാറുകൾ തദ്ദേശീയമായി നിർമ്മിച്ചാൽ ടെസ്ലയേക്കാൾ വില ഗണ്യമായി കുറയും. BYD-യെ വെട്ടാൻ ഇന്ത്യ ചൈനയെയും ബന്ധത്തിലെ അസ്വാരസ്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ അസ്വാരസ്യങ്ങളാണ് കാരണമായി വന്നിട്ടുള്ളത്. ഈ രണ്ട് കാറുകളെയും നോക്കിയാൽ കേമൻ BYD കമ്പനി തന്നെയാണ് കേട്ടോ. ആഗോള വിറ്റുവരവിൽ BYD-യുടെ പിന്നിലാണ് ടെസ്ല. കഴിഞ്ഞ വർഷം BYD-ക്കുണ്ടായത് $10,720 കോടി വിറ്റുവരവാണ്. അതേസമയം ടെസ്ലയ്ക്കുണ്ടായത് $9,770 കോടി വിറ്റുവരവാണ്. കഴിഞ്ഞ വർഷം BYD-യുടെ ലാഭം ഉയർന്നത് 34%. ഇനി വേറൊരു കാര്യം, ഈ ടെസ്ല മാത്രമല്ല, സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്ക് വരികയാണ്. മസ്കിന്റെ കീഴിലുള്ള ആഗോള ഇന്റർനെറ്റ് പദ്ധതിയാണ് സ്റ്റാർലിങ്ക്. അതും ഇന്ത്യയിലേക്ക് എത്തുന്നു. എയർടെലിന് പിന്നാലെ ജിയോയും സ്റ്റാർലിങ്കുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം ഇൻസ്റ്റലേഷൻ പിന്തുണയും നൽകും. സാധാരണക്കാർക്ക് താങ്ങുന്ന വിലയിൽ ഈ സേവനമൊക്കെ നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഈ സ്റ്റാർലിങ്കിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണമല്ലോ. പ്രകൃതി ദുരന്തങ്ങളിൽ കണക്ടിവിറ്റി നഷ്ടമായാൽ ഉപഗ്രഹ അധിഷ്ഠിത സ്റ്റാർലിങ്ക് പ്രവർത്തിക്കും. വെള്ളപ്പൊക്കം, ഭൂകമ്പം, ചുഴലിക്കാറ്റ് തുടങ്ങിയ സമയങ്ങളിലും സ്റ്റാർലിങ്ക് സേവനം തടസ്സപ്പെടില്ല. ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങളിലും കണക്ടിവിറ്റി ഉറപ്പാക്കാൻ സ്റ്റാർലിങ്സിനാകും. ചില പ്രദേശങ്ങളിൽ 150 Mbps മുതൽ 264 Mbps വരെ ഇന്റർനെറ്റ് വേഗത കൈവരിക്കാനാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ സുരക്ഷയിലാണ് ആകെപ്പാടെ ഇപ്പോൾ ആശങ്കയുള്ളത്. സ്റ്റാർലിങ്കിന്റെ വരവിൽ വിദേശ നിരീക്ഷണത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ സൈനിക സർക്കാർ ആശയവിനിമയങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ആശങ്ക പല തലങ്ങളിൽ ചർച്ചയാവുന്നു. സ്റ്റാർലിങ്ക് ഉപയോക്താക്കളിൽ സ്വകാര്യത ലംഘിച്ച് ഡാറ്റ ചോരുമോ എന്നുള്ള ഭയവുമുണ്ട്. സ്റ്റാർലിങ്കിനെ അപേക്ഷിച്ച് സുരക്ഷിതത്വം കൂടുതൽ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റിന് തന്നെയാണ് എന്നുള്ള വസ്തുതയുമുണ്ട്. സനീഷ, ഇപ്പോൾ ഈ ഇലോൺ മസ്ക് വരുന്നതിൻ്റെ ഇലോൺ മസ്ക് ലോകം മുഴുവൻ ഒരു വിവാദ പുരുഷനായി നിൽക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ കമ്പനി ഇന്ത്യയിലേക്ക് വരും എന്നേതാണ്ട് ഉറപ്പായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള സേവനങ്ങൾ ഇന്ത്യക്കും ലഭ്യമാകാൻ പോകുന്നു. എങ്ങനെ തോന്നുന്നു?
ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ള, ഞാൻ ഈ ടെസ്ല വണ്ടി കയറിയിട്ടുണ്ട് കാറിൽ അമേരിക്കയിൽ പോയപ്പോൾ. അത് ടെസ്ല പോലെ വലിയൊരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരും. ധാരാളം മലയാളികൾ പുറത്തുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇതൊരു തമാശയായിരിക്കും. ഞാനത് പറയണല്ലോ, ഒരു ചർച്ച വന്നാൽ അത് പറയണല്ലോ. അതായത് ഈ ടെസ്ല പോലൊരു വലിയ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നത് ചെറുപ്പക്കാർക്കിടയിൽ യൂട്യൂബിൽ മറ്റുമൊക്കെ നോക്കിയാൽ വലിയ സംഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. രാഷ്ട്രീയക്കാരനായ നരേന്ദ്രമോദിയും ബിസിനസ്സുകാരനായിട്ടുള്ള എലോൺ മസ്കും അവരവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന എന്ന പോസിറ്റീവ് മൂഡിലാണ്. ഇതിന് ഒരുപാട് വിമർശനങ്ങളും മറ്റുമൊക്കെ വന്നേക്കാം. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ബിസിനസ്സുകാരനെ ഇതുപോലൊരു സംഗതിയെ കൊണ്ടുവരികയാണ്. അത് വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ എലോൺ മസ്ക് ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ എന്ന നിലക്ക് മാത്രമല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സമ്പന്നൻ എന്ന നിലക്ക് മാത്രമല്ല, ലോകം കണ്ട ഇമാതിരി പരിപാടികളൊക്കെ ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ ഒരു കക്ഷിയായിട്ടാണ്. ഈ മറ്റുതരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയായിട്ടാണ് എലോൺ മസ്കിനെ എല്ലാവരും കാണുന്നതെന്ന് നമുക്കറിയാം. ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ ഓഫീസ് സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. ആളുകളെ നിയമിക്കാൻ വേണ്ടി നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് വരും. അപ്പോൾ ടെസ്ലയെ വരുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും എന്ന് ഉറപ്പാണ്. ബിസിനസ് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നിലേക്ക് വരാതിരിക്കുക എന്നത് ടെസ്ല പോലൊരു കമ്പനിക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അതിപ്പോൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് മോദി എന്നാണ് അദ്ദേഹം എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മോദിയുടെ വലിയ ഫാനാണ് എന്ന് പറഞ്ഞ് വലിയ സൗഹൃദമുണ്ടെന്ന് രണ്ടുപേരും കൂടെ പലതരത്തിൽ ഗസ്റ്റേഴ്സായിട്ട് ഇന്നത്തെ അങ്ങനെയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ പുറത്തേക്ക് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ടെസ്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ നിലക്കുള്ള നേട്ടം സ്വാഭാവികമായിട്ടും രാജ്യത്തിനുണ്ടാകും. എന്നാൽ വൻപൻ നേട്ടം എലോൺ മസ്കിന് ഈ കച്ചവട വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടുക വഴി ലഭിക്കും. ഒപ്പം ഈ ചൈന എന്നുള്ള ഒരു ചൈനയിൽ അങ്ങോട്ട് പോയിക്കൂടാത്ത സാഹചര്യം സ്വാഭാവികം എലോൺ മസ്കിനുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ തുറന്നു കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ നിർമ്മാണ ചിലവൊക്കെ വളരെ കുറവാണല്ലോ. അവിടെ അമേരിക്കയിൽ നിർമ്മിക്കുന്നതിനേക്കാളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾക്കെന്തോ ഔദാര്യം ഇദ്ദേഹം ചെയ്തു തരുന്നുള്ള മറ്റൊന്നും കാണാനേ പാടില്ല. ഇത് ഇന്ത്യയിലേക്ക് ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എലോൺ മസ്കിനും അതുകൊണ്ട് നേട്ടമുണ്ട്. അതുകൊണ്ടാണ് നല്ല വാക്കുകളിൽ അദ്ദേഹം നരേന്ദ്രമോദിയെ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ഫാനാണ് എന്നൊക്കെ പറയുക കൂടെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിസിനസ്സുകാരനായിട്ടുള്ള എലോൺ മസ്കും അവരവർക്ക് നേട്ടമുണ്ടാക്കുന്ന, നരേന്ദ്രമോദിയുടെ നേട്ടം രാഷ്ട്രീയമായ നേട്ടം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ കൂടെ നേട്ടമാണ്, അവരവർക്ക് നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അത് സ്വാഭാവികമായിട്ടും നല്ല രസകരമായ ഒരു കാര്യമായിരിക്കും. നമുക്ക് ഈ വണ്ടിയൊക്കെ നമ്മുടെ റോഡിലൂടെയൊക്കെ ഓടുന്നത് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ? അല്ല, അത് സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. ആ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്കുള്ള പദ്ധതികൾ എലോൺ മസ്കിനും ഉണ്ടാകും. രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മെച്ചമെടുക്കാനുള്ള പദ്ധതി നരേന്ദ്രമോദിക്കും ഉണ്ടാകും, കേന്ദ്ര സർക്കാരിനും ഉണ്ടാകും. പക്ഷേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത് നോക്കണമല്ലോ. അപ്പോൾ BYD ഇന്ത്യയിൽ ഒരു പരിധിവരെ ഇപ്പോൾ ഇവരുടെ നേരിട്ടുള്ള എതിരാളി 2 കമ്പനികൾ എന്നുള്ള നിലയ്ക്ക്, ഇലക്ട്രിക് കാറുകൾ ഇറക്കുന്ന കമ്പനികൾ എന്നുള്ള നിലയ്ക്ക് നേരിട്ടുള്ള എതിരാളിയായി BYD നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് തരത്തിലുള്ള വാഹനങ്ങളാണ് ഇവർ പൊതുവെ ഇറക്കുക ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ. കാരണം ഇപ്പോൾ ഈ BMW-ൻ്റെയോ അല്ലെങ്കിൽ ബെൻസിൻ്റെയോ ഒക്കെ അവരുടെ എൻട്രി ലെവൽ മോഡലുകളുമായിട്ടായിരിക്കും നേരിട്ട് ടെസ്ല കാറുകൾ മത്സരിക്കുക. അതിന് താഴെ ഒരു 30 ലക്ഷം ആ റേഞ്ചിലുള്ള കാറുകളാണ് BYDക്ക് ഇവിടെയുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ എലോൺ മസ്കിന് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ടെസ്ലയ്ക്ക് ഏതാണ്ട് 13% ഇടിവ് സംഭവിച്ച് നിൽക്കുന്ന കാലത്താണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും ചീത്തയായി നിൽക്കുന്ന കാലത്താണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിന് പക്ഷേ ഇവിടെ ഒരു വലിയ വിപണി തുറന്നു കിട്ടുകയാണ്. അദ്ദേഹത്തിന് അവിടെ നേരിടുന്ന തിരിച്ചടിയെ അതിജീവിക്കാൻ തക്ക കെൽപ്പ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ആർജിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ടത് ഈ 80,000 കോടിക്ക് മേലുള്ള ഒരു പദ്ധതിയാണ് BYDയുടേത് ഇവിടെ ഇതുവരെ അനുമതി നൽകാതെ നിഷേധിക്കപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരുടെ ഒരു വാങ്ങൽ ശേഷി വെച്ച് നോക്കുമ്പോൾ BYDയുടെ വാഹനങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതൽ താല്പര്യക്കാർ ഇവിടെ ഉണ്ടാവുക. ഇതിൻ്റെ വില അത്രയധികം താഴേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ നാസി സല്യൂട്ടും ഒക്കെ വന്ന സാഹചര്യത്തിൽ അതിനുശേഷം അവിടെ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. മാത്രമല്ല അദ്ദേഹം ഈ റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണയാണല്ലോ അദ്ദേഹത്തിനുള്ളത്. ഈ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് റിപ്പബ്ലിക്കന്മാർക്ക് ഈ ഇലക്ട്രിക് കാറുകളോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ പ്രകൃതി സൗഹൃദം എന്നൊക്കെയാണല്ലോ. അവർക്ക് പക്ഷേ കുറച്ച് വലിയ മസിൽ കാറുകളും വലിയ SUVകളും ഒക്കെയാണ് അവരുടെ താല്പര്യ മേഖല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത ഇന്ത്യയിൽ അദ്ദേഹം കാണുന്നുമുണ്ടായിരിക്കും. ട്രംപ് മോദി ഭായി ഭായി എന്ന പഴയ മുദ്രാവാക്യത്തിൻ്റെ പര്യായം പോലെയാണ് പുതിയ കാലത്ത് മോദി മസ്ക് കൂട്ടുകെട്ട് വരുന്നത്. ടെലികോം, ഓട്ടോമൊബൈൽ, AI
അങ്ങനെ നൂതന സാങ്കേതിക വിദ്യകളിലെല്ലാം പിന്നെ ബഹിരാകാശ മേഖലയിലെല്ലാം മസ്കിനോട് ഉദാര സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അമേരിക്കയിൽ സാക്ഷാൽ ട്രംപിൻ്റെ ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ പദവി ഉണ്ടായിരുന്ന കക്ഷിയാണ് നോക്കി നിൽക്കുമ്പോൾ നയവും സമീപനവും തീരുമാനവും തലതിരിച്ചു വയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ചങ്ങാതിയാണ്. അംബാനിയും അദാനിയുമായും മാത്രമല്ല ഇലോൺ മസ്കുമായും കൂടി നമ്മുടെ പ്രധാനമന്ത്രിക്ക് സൗഹൃദമുണ്ടെന്നതിൽ അഭിമാനം തോന്നുന്നവർക്കാകാം. പക്ഷേ ഈ മേഖലകളിലെ ഇന്ത്യൻ കമ്പനികൾക്ക് വരെ പണിയാകുന്ന കൈവിട്ട കളിയാകുമോ ഇന്ത്യ ഇലോൺ മസ്ക് കൂട്ടുകെട്ടെന്ന് RDXന് ആശങ്കയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാൻ വരുന്നത് എന്തായാലും നല്ലതാകട്ടെ എന്ന് മാത്രം RDX ആശംസിക്കുന്നു. ഒരിടവേളയിലേക്ക്.